സർക്കാർ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമത്തിനെ കുറിച്ചുള്ള വാർത്ത നമ്മൾ തന്നെ നേരം വൈകുന്നേരത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇപ്പോൾ അതൊരു രാഷ്ട്രീയ വിവാദമായി കൂടി മാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതിനുള്ള മറുപടി എന്ന നിലയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അതിൽ പ്രധാനമായും പറഞ്ഞത് ഈ അയ്യപ്പ സംഗമം എന്നത് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നേട്ടം ലക്ഷ്യമിട്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന സംഗമമാണ് ഇത് എന്ന വലിയ രീതിയിലുള്ള ആക്ഷേപം അദ്ദേഹം ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഉന്നയിക്കുകയുണ്ടായി. ഈ സംഗമത്തിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ക്ഷണിച്ചത് BJP ഒരു ആയുധമാക്കി മാറ്റുകയാണ്. എന്തിനാണ് MK സ്റ്റാലിനെ ക്ഷണിച്ചത് എന്ന ചോദ്യം ഇന്നും ആവർത്തിച്ചു രാജീവ് ചന്ദ്രശേഖർ. ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ സ്റ്റാലിന് ഭക്തരെ ദ്രോഹിച്ച മുഖ്യമന്ത്രിയും എന്തിനാണ് ഈ സംഗമത്തിലേക്ക് വരുന്നത് എന്നതാണ് BJP ഉയർത്തുന്ന ചോദ്യം. ഇതുവരെ താൻ ചെയ്തത് അല്ലെങ്കിൽ തന്റെ സർക്കാർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ എന്തിന് ഇങ്ങനെയുള്ളവർ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്. മാത്രവുമല്ല, പക്ഷേ ഇതൊരു നല്ല കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിൽ ഭക്തർ ആണ് പങ്കെടുക്കേണ്ടത്, അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടത് എന്ന് പറയുന്നു. തങ്ങളെ വിളിച്ചാൽ തങ്ങൾ പോകും ഈ സംഗമത്തിൽ എന്ന കാര്യം കൂടി പറയുകയാണ്. കഴിഞ്ഞ ദിവസം ആ സംഗമത്തിനില്ല എന്ന കാര്യം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സൂചിപ്പിച്ചിരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ എതിർ സ്വരങ്ങൾ ഉയർത്തുന്നു എങ്കിൽ പോലും BJP ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന കാര്യം രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. അപ്പോൾ എവിടെയാണ് ഈ എതിർപ്പുകളുടെ തുടക്കം എന്ന് നോക്കിയാൽ കഴിഞ്ഞ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അത് ഒരു സന്ദേശം എന്ന നിലയിൽ മുഖ്യമന്ത്രിക്കും മറ്റുമുള്ള ഒരു സന്ദേശം എന്ന നിലയിൽ കൊടുത്തിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് എടുത്ത കേസുകൾ ഒന്നും തന്നെ മാറ്റിക്കൊടുത്തിട്ടില്ല, അവരെ കേസിൽ നിന്ന് മുക്തരാക്കിയിട്ടില്ല എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. ഈ വർഷങ്ങളിൽ ഒന്നും തന്നെ അയ്യപ്പന്മാർക്ക് ശബരിമലയിൽ എത്താനോ അതിനുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനോ ഒന്നും ഈ സർക്കാർ ഒരു കാര്യവും ചെയ്തിട്ടില്ല. പക്ഷേ ആ സർക്കാർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് 4 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ഇങ്ങനെ ഒരു അയ്യപ്പ സംഗമവുമായി എത്തുന്നത് അത് വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ഭൂരിപക്ഷ സമൂഹത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അതോട് ഇതിൽ രാഷ്ട്രീയം മാത്രമേ ഉള്ളൂ എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഹൈന്ദവ വിശ്വാസങ്ങളെ അപമാനിക്കുന്നതിന് കൂട്ടുനിന്നവർ എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് എന്ന ചോദ്യം അവർ പ്രധാനമായും ഉന്നയിക്കുകയാണ്. മാത്രവുമല്ല, അതിലേക്ക് MK സ്റ്റാലിനെ പോലെയുള്ളവരെ കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ന് ചോദിക്കുന്നു. ഹിന്ദുക്കൾക്കെതിരെ സംസാരിക്കുന്നവരാണ്, ഹിന്ദുക്കൾ വൈറസുകൾ എന്ന് പറയുന്നവരെ എന്തിനു കൊണ്ടുവരുന്നു എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ചോദിക്കുന്നത്. ആചാരങ്ങളെ ലംഘിക്കാനും അപമാനിക്കാനും സാധ്യമായതെല്ലാം ചെയ്തവരാണ് നിങ്ങൾ എന്നത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിന്റെ ഉദ്ദേശശുദ്ധി എന്താണ് എന്ന ഒരു കാര്യം രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത്. ഒപ്പം തന്നെ പിണറായി വിജയൻ മാപ്പ് പറയണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. അല്ലാതെ അവിടേക്ക് കടക്കാൻ അനുവദിക്കില്ല, അതിന് BJP എന്ത് വിലയും നൽകും എന്ന ഒരു സന്ദേശം, ഒരു മുന്നറിയിപ്പ് കൂടി രാജീവ് ചന്ദ്രശേഖർ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ നൽകുന്നുണ്ട്. നിങ്ങൾ മാപ്പ് ചോദിക്കുക, ഒരു ഇന്ത്യക്കാരന്റെയും വിശ്വാസത്തെ അപമാനിക്കാൻ BJP അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് രാജീവ് ചന്ദ്രശേഖർ അവസാനിപ്പിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ ശക്തിയെ കുറച്ചു കാണരുത്, അവിടേക്ക് കയറ്റില്ല, ഇതിനെതിരെ ഞങ്ങൾ തെരുവിലിറങ്ങും തുടങ്ങിയ ഭീഷണി BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോഴാണ് ഇന്നലെ മാധ്യമങ്ങളെ മുഖ്യമന്ത്രി കാണുമ്പോൾ മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം, ഇത് നല്ല ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ഉള്ള കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. വിരട്ട് കയ്യിലിരിക്കട്ടെ എന്നതാണ് മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് വളരെ വ്യക്തമായി നൽകിയ മറുപടി. ഇത് കേരളമാണ്, വിരട്ട് കയ്യിലിരിക്കട്ടെ. എന്നിട്ട് മുഖ്യമന്ത്രി പറയുന്നു, രാജ്യത്ത് തന്നെ ഇത് വലിയ ശ്രദ്ധേയമായ ഒരു ക്ഷേത്രമാണ് ഈ ശബരിമല എന്നത്. അപ്പോൾ അതിന്റെ കീർത്തി ഉയർത്തുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണ്, ഇതൊരു സർക്കാർ പരിപാടിയല്ല, ഇതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നതാണ് മുഖ്യമന്ത്രി പ്രധാനമായും ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതിനുശേഷം ഈ വിരട്ട് ഇങ്ങോട്ട് വേണ്ട എന്നൊരു കാര്യം കൂടി മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്ന് രാജീവ് ചന്ദ്രശേഖരും കുമ്മനം രാജശേഖരനും മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അവര് നിശ്ചയിച്ചു ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താമെന്നുള്ളത്. ഇതാണ് സംഭവിക്കുന്നത്.
ആഗോള അയ്യപ്പ സംഗമത്തിന് നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടങ്ങളിലുള്ളവർക്ക് താല്പര്യമാണ്. കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, കേരളത്തിന് പുറത്തുള്ളവർക്കും താല്പര്യമാണ്. അപ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണേണ്ട ഒരു കാര്യമല്ല. ഇത് ആരാധനയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് നടത്തട്ടെ. സർക്കാരിന്റെ ഒരു പരിപാടിയല്ല ഇത്, ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ സർക്കാർ സാധാരണഗതിയിലുള്ള സഹായങ്ങൾ ചെയ്യാറുണ്ട്. അതല്ലാതെ മറ്റൊരു കാര്യവും സർക്കാരിനതിലില്ല. അപ്പോൾ നല്ല നിലക്ക് ആ പരിപാടി നടക്കട്ടെ. പിന്നെ വിരട്ടലും കൊണ്ടൊന്നും പുറപ്പെടണ്ട കേട്ടോ. അതുകൊണ്ടൊന്നും പരിപാടി നടക്കാതിരിക്കില്ല. ഇത് രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിന്റെ ഒരു ശരിയായ നില അറിയാത്ത ഒരാളാണ്. അപ്പോ ഇതാണ് മുഖ്യമന്ത്രി നൽകിയ മറുപടി. അപ്പോ ശബരിമല എന്ന് പറയുന്നത് എല്ലാ ജാതി മതസ്ഥർക്കും വരാൻ പറ്റുന്ന ഒരിടം കൂടിയാണ്. അങ്ങനെ ഭക്തർ അവിടെ വരട്ടെ, കാണട്ടെ, പോകട്ടെ, ഇതിനെ ഒന്നും വിവാദമാക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നിടത്താണ് ഇന്നും ഇതിന് പിന്നിൽ രാഷ്ട്രീയം മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വരുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ ഇടപെടുകയുണ്ടായി. അത് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട്, മുഖ്യമന്ത്രിയുടെ ഭക്തി കാണുമ്പോൾ തന്റെ ഭക്തി കൂടുകയാണ് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. അയ്യപ്പനോടുള്ള മുഖ്യമന്ത്രിയുടെ ഈ സ്നേഹം കാണുമ്പോൾ തന്റെ ഭക്തി കൂടുന്നു എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾ. ഒപ്പം തന്നെ ഈ ഇരട്ടത്താപ്പ്, സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടാനുള്ള ഒരു ശ്രമവും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അത് സർക്കാർ കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ച നിലപാട്, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന നിലപാട് അത് രാഷ്ട്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഭൂരിപക്ഷ വിഭാഗത്തെ തൃപ്തിപ്പെടുത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ആരോപണങ്ങൾ ഉന്നയിച്ചത്. 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് തിരിച്ചടിയായപ്പോഴാണ് സർക്കാരിന് ബോധോദയം ഉണ്ടായത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു പ്രതിപക്ഷ നേതാവ്. പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത്. പോലീസിനെ ഉപയോഗിച്ച്, ചില ആളുകളെ ഉപയോഗിച്ച്, അവരുടെ പേരൊന്നും പറയുന്നില്ല, ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത്. എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു ആരെതിർത്താലും CPM അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു. 2019 തോറ്റ് തൊപ്പിയിട്ടപ്പോൾ അവിടുത്തെ വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു, ഇല്ലേ? പാർലമെൻറ്റ്, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വരെ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടി കിട്ടിയപ്പോൾ കുറേ നാളായി ഇപ്പോൾ ഭൂരിപക്ഷ പ്രീണനമാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് CPM വെച്ചേക്കണ ആളാണ് പറയാണ് സംഘപരിവാറിനെ കൂടി ക്ഷണിക്കും, പ്രത്യേക പരവതാനി വിരിച്ചു കൊടുക്കണം അയ്യപ്പ സംഗമത്തിന്, സംഘപരിവാറിന്. രണ്ടുപേരും കൂടി ഒരുമിച്ചാണല്ലോ ഇപ്പോൾ ഏർപ്പാട്. അപ്പോൾ സംഘപരിവാറിനെ താലോലിക്കാനും ഭൂരിപക്ഷ വർഗീയതയെ വളർത്തിയെടുക്കാനും വേണ്ടി അയ്യപ്പൻ്റെ പേരിൽ നടത്തുന്ന പരിപാടിയാണിത്. ഈ തട്ടിപ്പ് ഇവർ നടത്തുമ്പോൾ, ഈ വിശ്വാസവഞ്ചന ഇവർ കാണിക്കുമ്പോൾ, അന്നത്തെ കേസുകളിൽ എല്ലാവരെയും വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞ കേസ് ഇപ്പോഴും ആളുകൾ കോടതി കയറി ഇറങ്ങി നടക്കുക. ഇപ്പോൾ സർക്കാർ വിശ്വാസവഞ്ചന കാട്ടുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടുന്നത്. അന്നെടുത്ത കേസുകൾ ആരെയും തന്നെ വിടുതൽ ചെയ്തിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ മുഖ്യമന്ത്രി ഇതിനോട് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ക്രിമിനൽ കേസുകൾ ഒഴികെ ഉള്ള എല്ലാ കേസുകളും ഒഴിവാക്കിയിട്ടുണ്ട് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചത്. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ ഇതിനെതിരെ വരുന്നത്. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇനി 4 മാസം മാത്രം തെരഞ്ഞെടുപ്പിനുള്ളപ്പോഴല്ല സർക്കാർ ഇങ്ങനെയുള്ളൊരു സ്നേഹം കാണിക്കേണ്ടത്. അവിടെ വരുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ ഈ 10 വർഷം ഇവരെന്താണ് ചെയ്തത് തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഒരു ഭക്തനല്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെയുള്ളവർ എന്തിനാണ് അവിടേക്ക് വരുന്നതെന്ന് ചോദിക്കുന്നു. താൻ 18 തവണ ശബരിമല ദർശനം നടത്തിയ വ്യക്തിയാണ് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അതിന്റെ അനുഭവത്തിലാണ് പറയുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇത് വെറും രാഷ്ട്രീയ നാടകമാണ് സർക്കാർ കാണിക്കുന്നത് എന്ന് തുറന്നു കാട്ടാനാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ശ്രമിച്ചത്. അപ്പോൾ ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ പ്രസക്ത ഭാഗങ്ങൾ കൂടി കേൾക്കാം. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 4 മാസം ഇലക്ഷന് മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. ആ അയ്യപ്പ സംഗമം, അയ്യപ്പ ഭക്തന്മാർ വരുന്ന സ്ഥലത്ത് ഹിന്ദുവിന്റെ എതിരെ
ഹിന്ദു വൈറസ് ആണെന്ന് പറഞ്ഞ DMK സ്റ്റാലിനും അയ്യപ്പ ഭക്തന്മാരെ ദ്രോഹിച്ച CPM മുഖ്യമന്ത്രി അവിടെ പോവാൻ പാടില്ല, കാരണം അതൊരു അപമാനമാണ് എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി അവിടെ വരാൻ പാടില്ല, ഇത് വിശ്വാസികളുമായി ബന്ധപ്പെട്ട വിഷയമാണ്, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്നതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. നമുക്കറിയാം ഈ ലൈംഗിക പീഡന പരാതികൾ, വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലെ ഹോട്ട് ടോപ്പിക്കുകളാണ്. ഒരു തെരഞ്ഞെടുപ്പിനെ തന്നെ സ്വാധീനിക്കാൻ പറ്റുന്ന വിധം ശക്തമായ വിഷയങ്ങളാണ്. അതിൻ്റെ പല വിധത്തിലുള്ള പ്രയോഗങ്ങൾ നമ്മൾ പല സാഹചര്യങ്ങളിലും കണ്ടതാണ്. അപ്പോൾ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു വലിയ വിഷയമായിരുന്നു. അതിൽ നേട്ടം കൊയ്തവരും തിരിച്ചടി നേരിട്ടവരുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം മുൻനിർത്തിയുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അന്നുണ്ടായ തിരിച്ചടി അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ CPM-ന്റെയും LDF-ന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം എന്നത് അതിന്റെ ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ പോലും അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നത് നമുക്ക് കാണാം. പക്ഷേ അന്ന് സർക്കാർ ഈ ശബരിമലയ്ക്ക് വിരുദ്ധമായുള്ള നടപടികൾ സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പറഞ്ഞവർ കുറ്റപ്പെടുത്തിയവർ ഇന്ന് സർക്കാർ ആ നിലപാട് സ്വീകരിക്കുമ്പോൾ എന്തിന് അതിനെ വിമർശിക്കണം എന്ന ഒരു ചോദ്യം ഉയർന്നു. അങ്ങനെ വിമർശിക്കുന്നിടത്താണ് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ആ വിമർശനങ്ങൾക്ക് പിന്നിൽ എന്ത് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ചർച്ചയാക്കുക, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന അവകാശവാദം കൊണ്ടുവരിക, മറ്റെല്ലാം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് എന്ന് കുറ്റപ്പെടുത്തുന്നതിന് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യങ്ങൾ അതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് CPM-ഉം BJP-യും തമ്മിലുള്ള വിഷയമാണ്, അവർ ഒരുമിച്ചാണ് എന്ന് ചൂണ്ടിക്കാട്ടി, അതിലെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടി അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് ഇപ്പോൾ കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കാനാണ് CPM-ന്റെ ശ്രമം എന്ന് മനസ്സിലാക്കുമ്പോൾ അത് തങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്നത് മുന്നിൽ കണ്ടുള്ള പ്രതിരോധ നടപടികളാണ് കോൺഗ്രസിന്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ നിലയിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമായി മാറുന്നു. നേതാക്കളുടെ പ്രതികരണങ്ങളും ഈ വിഷയത്തോടുള്ള സമീപനവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സർക്കാർ വലിയ പ്രശ്നങ്ങളില്ലാതെ, തട്ടുകേടില്ലാതെ, വിവാദങ്ങളില്ലാതെ ഇത് നടത്തിയെടുക്കാനുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകും എന്ന് തന്നെ കരുതാം. കാരണം ഇതൊരു സുവർണാവസരമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണും.